ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നുമില്ലാതെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു പുഡിംഗ് തയ്യാറാക്കിയാലോ. ഈ ചൂട് സമയത്ത് ഇതുപോലൊരു പുഡിംഗ് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് തണുപ്പിച്ച് കഴിക്കുന്ന സമയത്തൊരു പ്രത്യേക ടേസ്റ്റാണ്, തണുപ്പിക്കാതെയും കഴിക്കാം. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ മതി ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് തയ്യാറാക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ക്യാരമൽ റവ പുഡിങ്ങാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാല്, 2 മുട്ട, പഞ്ചസാര, റവ. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. അടിയെ കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പെട്ടെന്നായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. മെൽറ്റായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കട്ടയായിട്ട് വരും. ഇത് ചൂടായി കഴിയുമ്പം വീണ്ടും ലൂസാവും. അങ്ങനെ നമ്മുടെ ക്യാരമൽ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടും കരിഞ്ഞു പോകരുതേ, കരിഞ്ഞു പോയാൽ നല്ല കയ്പ്പ് രസം ഉണ്ടാകും. ഇനി പുഡിംഗ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ചൂടോടുകൂടിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ബട്ടറിന് പകരം നെയ്യ് എടുത്താലും മതി. ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. ഇതൊരു മീഡിയം മധുരമാണ്, അപ്പം നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കാവുന്നതാണ്. ഞാനിവിടെ 6 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂൺ റവ മതി. ഇത് ഒരുപാട് അങ്ങ് കുറുക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റവയുടെ കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ക്യാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തട്ടിയതിന് ശേഷം ഒരു പാത്രം കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നീരാവി വെള്ളമൊന്നും വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ടൊരു സ്റ്റിക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കണം. ഈ സ്റ്റിക്കിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇതവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു സ്പാച്ചിലയോ എന്തെങ്കിലും കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ വിടിച്ച് എടുത്താൽ രുചികരമായിട്ടുള്ള നമ്മുടെ ക്യാരമൽ റവ പുഡിംഗ്